ഹലോ, നമുക്ക് രാവിലെ എണീറ്റൊന്ന് പൈതൽമല വരെ പോയിട്ട് വന്നാലോ? കണ്ണൂർ ജില്ലയിലായിട്ട് ഇതുവരെ പൈതൽമലയിൽ പോയിട്ടില്ലെന്ന് പറയുന്ന ഒരു ഷെയിമല്ലേ? എന്ത് ചെയ്യാനാ, നമുക്ക് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എപ്പോഴും ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കുമല്ലോ. പക്ഷേ ഇത് പ്രയോറിറ്റി പ്രശ്നമൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോഴാണ് ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ ചെറിയ ട്രിപ്പും ട്രക്കിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ചെറിയൊരു ലീവിൻ്റെ ടൈമാണിപ്പോൾ. അപ്പോൾ സോ വി തോട്ട് ടു ഗോ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി. 6:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു 1.5 മണിക്കൂർ ഡ്രൈവാണ് പൈതൽമലയിലേക്കുള്ളത്. ഞങ്ങൾ നല്ല റോഡൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ. നല്ല സൂപ്പർ റോഡായിരുന്നു. അതുകൊണ്ട് യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു. പിന്നെ മോർണിംഗ് പോയതുകൊണ്ട് അത്ര ട്രാഫിക് ഉണ്ടായിട്ടില്ല അന്ന്. പിന്നെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും ട്രക്കിങ്ങിനാണെങ്കിൽ ആൾക്കാരൊന്നും രാവിലെ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാത്രമായി ആ കാട് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നു. ആൻഡ് ഇസുവിന് ഉറക്കത്തിൽ നിന്ന് എണീച്ച് കൊണ്ടുവന്നതിൻ്റെയാണ് ഇസുവിൻ്റെ മുഖം വീർത്തിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് ഇപ്പോൾ എല്ലാം റെഡിയായി. ഞങ്ങൾ എത്തിയപ്പോൾ ഇച്ചിരി നേരത്തെയായിപ്പോയി. ഞങ്ങൾ ടൈമിംഗ് ഒന്നും നോക്കാണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. ഒറ്റ മൈൻഡ് യാത്രയായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 AM ആണ്. ഞങ്ങളിവിടെ 8:15 എത്തി. പിന്നെ ഒരു 3/4 മണിക്കൂർ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ വെറുതെ കുത്തിയിരുന്ന അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത് റിസോർട്ടൊക്കെ കാണാം, ബട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. 9 മണിയായി. പിന്നെ എൻ്റെ വാച്ചറും അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ആളെല്ലാം വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. സോ ഞങ്ങൾ ട്രക്കിങ് തുടങ്ങുന്നത് 9:15-നാണ്. നമുക്ക് ഒരുമിച്ചുള്ള മൊമെൻറ്റ്സ് വളരെ കുറവാണ് കിട്ടുക. അപ്പോൾ മാക്സിമം ഞങ്ങളത് ഒരുമിച്ചുള്ളപ്പോൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് സൂക്ഷിക്കും. ആൻഡ് വി എൻജോയ്ഡ് ദീസ് മൊമെൻറ്റ്സ് ആസ് വെൽ. ഇസു ആണെങ്കിലും അപ്പായുടെ കൂടെ ഹാപ്പി ആയിട്ട് കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിച്ചും കളിച്ചും ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്തോടെ. സോ ഐ വാസ് ഓൾസോ ഹാപ്പി സീയിങ് ദം ഹാപ്പി. കാട്ടിനുള്ളിൽ കൂടെ നടക്കാനൊക്കെ നല്ല സുഖമാണ്. അത്ര വലിയ രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. അല്ലെങ്കിലും മരങ്ങൾക്കൊക്കെ ഇടയിലൂടെയല്ലേ. സോ എനിക്ക് തോന്നുന്നു ഏത് സമയമാണേലും വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് വേഗം പോയി അവിടെ എൻ്റെ എന്താ പറയുക വാച്ച് ടവറിൻ്റെ അവിടെ പോയി ബാക്കിയൊക്കെ കണ്ട് വലിയ ചൂടൊക്കെ ആവുന്നതിന് മുന്നേ തിരിച്ചു വരാൻ പറ്റി. ആൻഡ് അത്ര ടയറിങ് ആയിട്ട് തോന്നിയില്ല. നല്ലൊരു ഈസി ട്രക്ക് തന്നെയായിരുന്നു. കൊച്ചുണ്ടായിരുന്നതുകൊണ്ട് ഡൊമിനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടി കാണും. ബട്ട് നിത്യാഭ്യാസി ആന എടുക്കുമെന്നാണല്ലോ അവരെന്നും നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഷൂ ഇട്ടിട്ടില്ലായിരുന്നു, അതൊരു പ്രോബ്ലമായിരുന്നു. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല, ജസ്റ്റ് ഇമ്മീഡിയറ്റ് തോട്ടിൽ വന്നതാണല്ലോ. അതുകൊണ്ട് വെൽ പ്രിപ്പയർഡൊന്നും ആയിരുന്നില്ല. ബട്ട് ഓക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് കാലിനൊന്നും അത്ര വേദനയൊന്നും എടുത്തില്ല. അത്യാവശ്യം നടക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും. ഓക്കെ. സോ ഇസുവിനും നല്ല ഇഷ്ടമായി. ഓക്കെ, ഇങ്ങനെ ഹരിതാപയും പച്ചപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. അതിനിടയ്ക്ക് അപ്പനത് ആ ഒരു പാറയുടെ മേളിൽ വലിച്ച് കയറ്റുകയാണ്. രണ്ടുപേരോട് കയറി ഇറങ്ങുന്നത് കാണാൻ രസമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 1 hour ട്രക്ക് കഴിഞ്ഞ് ഞങ്ങൾ വാച്ച് ടവറിൻ്റെ അടുത്ത് എത്താറായി. സോ ഇറ്റ് വാസ് എ നൈസ് ട്രക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഫാമിലിയായിട്ട്
ഈസി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ട്രക്കായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇസു എൻജോയ് ചെയ്തു. അപ്പായ ഉള്ളതുകൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. കൊച്ചിനെ നോക്കേണ്ടി വന്നില്ല. പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഉള്ള വ്യൂ നല്ല രസമാണ്. 360 ഡിഗ്രി വ്യൂ കിട്ടും. സോ നമുക്ക് ഇനിയും 500 മീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പായും മോളും ഓൾറെഡി ഒക്കെ എന്നെ ക്രോസ് ചെയ്ത് പോയിട്ടായി. ഞാൻ അവരുടെ ബോഡി എത്തട്ടെ.